വിശേഷം? സുഖം തന്നെ. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഓ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇതെന്താ ഫോണിൽ തന്നെയാണല്ലോ? എടാ, നീ ഇത് കണ്ടോ? പാവത്തിന്റെ ഒരു മാസത്തെ സാലറിയാണ് ഓൺലൈൻ സ്കാം വഴി തട്ടിക്കൊണ്ട് പോയത്. ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്തതാ. കറക്റ്റ് ആയിട്ടുള്ള വഴി ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയാം. അത് ശരിയാ, നീ പേടിക്കുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്. വെരിഫൈഡ് അല്ലാത്ത ലിങ്കോ ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എനിക്കറിയോ, ഞാൻ മാസങ്ങളായിട്ട് നാട്ടിലേക്ക് പൈസ അയക്കലേ ഒരു ആപ്പ് യൂസ് ചെയ്യും. അതേതാ? ഞാൻ ഫ്രണ്ടി പേ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടി പേയോ? സേഫ് ആണോടാ അത്? മറ്റേ സെൻട്രൽ ബാങ്കിന്റെ കീഴിൽ വരുന്നതാണോ അത്? അതെ അതെ, എക്സാക്ട്ലി സെയിം സ്ട്രിക്ട് റൂൾസ്, സെയിം സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. അത് മാത്രല്ല, ഇപ്പൊ നിന്റെ ഫോൺ കളവ് പോവുകയാണെങ്കിൽ ഇല്ലേ, ഫ്രണ്ടി പേ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നിന്റെ ഫേസ് അൺലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ മസ്റ്റ് ആണ്. സംഭവം അടിപൊളി തന്നെ. ബട്ട് വാട്ട് ഇഫ് ഐ സെൻഡ് ദ റോങ് പേഴ്സൺ? അത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ എപ്പോഴും ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുമ്പില്ലേ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ ഇല്ലേ, അത് ഡബിൾ ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. അതെനിക്കറിയാം. നെവർ ഷെയർ യുവർ OTP or PIN. അതല്ലേ? അതിന്റെ കൂടെ തന്നെ ബാങ്കിൽ നിന്നോ ഫ്രണ്ടി പേ ആപ്പിൽ നിന്നൊന്നും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവർ കോൾ ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യൊന്നും ചെയ്യില്ല. That actually makes me feel a lot better. അതാണ് ഫ്രണ്ടി പേ എന്ന് പറയുന്നത്. സേഫും റിലയബിളും ലോ ചാർജും ഗ്രേറ്റ് റേറ്റ്സും ആണ്. അപ്പൊ ഇന്ന് തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിട്ടോ. ഞാൻ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരി. ശരിടാ, ബൈ. ഓക്കെ.